മായമോ കഥനങ്ങൾ തീരുമോ തിരകളും ശാന്തമാകുമോ യേശുവേ. ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ദൈവ കൽപ്പനകൾ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം നമുക്കൊന്ന് ചിന്തിച്ചാലോ. 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം ഒറ്റ കൽപ്പന എഴുതിയിരിക്കുന്നു: മോഷ്ടിക്കരുത്. 20-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു വചനം കാണാനായിട്ട് സാധിക്കും. അതിൽ കുറേ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അന്യന്റെ ഭാര്യ, അന്യന്റെ വസ്തുക്കൾ, അന്യന്റെ നിലം, അന്യന്റെ അതായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളോ അവന്റെ ഭാര്യയോ സ്നേഹമോ എന്താണെങ്കിലും അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു വാക്ക് ഒന്ന് ശ്രദ്ധിക്കണേ: മറ്റെന്തെങ്കിലുമോ നീ ആഗ്രഹിക്കരുത്, മോഹിക്കരുത്. കാരണം മോഹമാണ് നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നീ അത് മോഹിക്കരുത്. അന്യൻ്റെതൊന്നും നീ മോഹിക്കരുത് എന്ന് അവിടെ വ്യക്തമാക്കി എഴുതിയേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ആ മറ്റെന്തെങ്കിലും അതെന്തെങ്കിലുമൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ. അത് ചിലപ്പം ആ മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്നവന്റെ ഒരു സ്ഥാനം, അത് നീ ആഗ്രഹിക്കരുത്, അത് നീ മോഷ്ടിക്കരുത്. അവന്റെ ജോലി, അത് നീ മോഹിക്കരുത്. ആ ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അത് നീ മോഹിക്കരുത്. അവന്റെ സന്തോഷം നീ മോഷ്ടിച്ചെടുക്കരുത്. അവന്റെ ആ സൽപ്പേര് നിന്റെ വാക്ക് കൊണ്ടോ നിന്റെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരുടെ മുൻപിൽ അത് കളങ്കമാകാനായിട്ട് ഇടയാക്കരുത്. അവന്റെ സ്വത്ത് നീ മോഷ്ടിക്കരുത്. എന്താണ് അവന്റെ സ്വത്തിൽ പെടുന്നത്? ഈ പറഞ്ഞ ലിസ്റ്റിലുള്ളതെല്ലാം പെടും. അതിനേക്കാളും അവൻ കാര്യമായിട്ട് അവൻ കൊണ്ടു നടക്കുന്ന ഒരു സ്വത്താണ് അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഒരു അന്യമതസ്ഥനാണെങ്കിൽ അവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എൻ്റെ പൊന്നു കത്തോലിക്ക, നീ മോഷ്ടിക്കരുത്. എൻ്റെ പൊന്നു ക്രിസ്ത്യാനി, നീ മോഷ്ടിക്കരുത്. മോഷണം അർത്ഥം അന്യൻ്റേത് അന്യായമായി സ്വന്തമാക്കുക എന്നുള്ളതാണ്. അത് ആചാരങ്ങളാകാം, സന്തോഷമാകാം, സൽപ്പേരാകാം, എന്തു തന്നെയാണെങ്കിലും അത് മോഷ്ടിക്കരുത്. ജെറമ്യ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു: ജനതകളുടെ വഴികൾ നിങ്ങൾ അനുകരിക്കരുത്. ജനതകളുടെ വഴികൾ നിങ്ങൾ അനുകരിക്കരുത്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 30-31 അത് തന്നെയാണ് പറയുന്നത്. അന്യജാതികൾ അല്ലെങ്കിൽ വിജാതീയരുടെ ലിറ്റർജി, അവരുടെ ആരാധനാക്രമങ്ങൾ നിങ്ങളത് മോഷ്ടിച്ചെടുത്തോണ്ട് വന്ന് അല്ലെങ്കിൽ നിങ്ങളത് അനുകരിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ അത് ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. മതാചാരങ്ങൾ കൈക്കൊള്ളുകയോ അത് അനുകരിക്കുകയോ മാറ്റിമറിച്ച് ക്രിസ്തീയ രൂപത്തിലോ ലേബലിലോ ആക്കി അവതരിപ്പിക്കുകയോ പാടില്ല. കാരണം അതിനെയാണ് ആത്മീയ മോഷണം എന്ന് പറയുന്നത്. ഭൗതിക മോഷണമുണ്ട്, ആത്മീയ മോഷണമുണ്ട്. ആത്മീയ മോഷണത്തിന് വേറൊരു പേരാണ് ആത്മീയ വ്യഭിചാരം. നീ വ്യഭിചാരി ആകരുതെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലേ. ഇത് അന്യന്റെ ആചാരങ്ങൾ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് ആത്മീയ വ്യഭിചാരമാണ്. കാരണം ക്രിസ്ത്യാനിക്ക് ഒരു മണവാളനേ ഉള്ളൂ. നമ്മൾ മണവാളനായ ക്രിസ്തു കാന്തയെ സ്വീകരിക്കാൻ, മണവാട്ടിയായ സഭയെ സ്വീകരിക്കാനായിട്ട് എഴുന്നള്ളി വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ്. അപ്പം മറ്റ് ആചാരങ്ങളുടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ അതൊരു ആത്മീയ വ്യഭിചാരമാണ്. അവർ വേറെ ആരെയോ കാത്തിരിക്കുന്നത്. അവരുടെ ആചാരം എടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ അത് ആത്മീയ വ്യഭിചാരത്തിന് തുല്യമല്ലേ. ദൈവം തന്നെയാണ് ജനത്തിന്റെ ഉത്സവങ്ങൾ തീരുമാനിച്ചത്. ജനത്തിന്റെ ഉത്സവങ്ങൾ നമുക്കറിയാം. പെസഹ നമ്മുടെ ലേവ്യ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. പെസഹ തിരുനാള്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാള്, ആദ്യഫല തിരുനാള്, പെന്തക്കോസ്താ തിരുനാള്, പിന്നെന്താ ഫീസ്റ്റ് ഓഫ് ട്രംപറ്റ്, പാപപരിഹാര ദിനം, കൂടാര തിരുനാൾ, അങ്ങനെ 7 തിരുനാളുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. ഈ 7 തിരുനാളുകളും പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്കും അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർത്തീകരിച്ചതുകൊണ്ട് ഇനി 1-2 പൂർത്തീകരിക്കാനുള്ളതുകൊണ്ട്. അതായത് കാഹള പെരുന്നാൾ പൂർത്തീകരിക്കാനുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ നമ്മൾ ഒരു കാഹളം കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. കൂടാര തിരുനാൾ, അവൻ നമ്മളോടൊത്ത് വസിക്കുന്നത്, ആ ഒരു നല്ല അനുഭവത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ബാക്കി എല്ലാ തിരുനാളുകളും ഓൾറെഡി യേശുവിൽ ഡൺ ആണ്. അപ്പൊ അത് ആഘോഷിക്കാനായിട്ടാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അന്യരുടെ ആഘോഷങ്ങൾ ഒരു മോഷണം പോലെയാണ് കേട്ടോ. നമ്മൾ മോഷ്ടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മോഷ്ടിച്ചു. ആദ്യം അവരുടെ നിലവിളക്ക് മോഷ്ടിച്ചു, അതിനെ വികലമാക്കി. അവര് ത്രിമൂർത്തി സങ്കല്പത്തിൽ അവരുണ്ടാക്കി വെച്ചിരുന്ന നിലവിളക്കിന്റെ ശിവ ലിംഗത്തിനെ സൂചിപ്പിക്കുന്ന ആ കൂമ്പ് ചെത്തിക്കളഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് കുരിശ് വെച്ച് നമ്മൾ അതിനെ വികലമാക്കി അവരെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ കുരിശിനെ ഇപ്പൊ എവിടെയായിരിക്കുന്നത് നോക്കിയാൽ പാർവതി ദേവിയുടെ ഒരു സങ്കല്പ ഭാഗത്താണ് അതിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെയും കളിയാക്കി കുരിശിനെയും കളിയാക്കി അവരുടെ ആചാരങ്ങളെ അടിച്ചു മാറ്റി അത് വികലമാക്കി അതിനെ മോഷ്ടിച്ചു. എന്നിട്ട് നമ്മൾ അഭിമാനിക്കുകയാണ്, നമ്മളൊരു പേര് കൊടുത്തു, ഭാരതവൽക്കരണം. 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഒരു നയം, നമ്മളതിനെ
നമ്മുടെ രീതിക്ക് വളച്ചൊടിക്കാനായിട്ട് സാധിച്ചു. അവിടെ പറയുന്നത് എന്താണ്? അവരുടെ സംസ്കാരം അനുകരിക്കാനാ പറഞ്ഞത്. അവരുടെ സംസ്കാരം എന്താ? ഇപ്പൊ ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി, അത് ആരെങ്കിലും ആകട്ടെ, പാവപ്പെട്ടവനോ പണക്കാരനോ ആരെങ്കിലും ആകട്ടെ, കയറി വന്നാൽ നമ്മളെക്കാട്ടിലും എൽഡർ ആണെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അയാളെ സ്വീകരിച്ച് ബഹുമാനിക്കും, അല്ലേ? അത് നമ്മുടെ ഒരു ആചാരമാണ്. അതുപോലെ തന്നെ നമ്മളൊരു സദസ്സിൽ വട്ടം ഇരിക്കുന്നു, ഒരു കുടുംബ സദസ്സാകാം, വട്ടവർ ഇറ്റ് മേ ബി, ഒരു യോഗമാകാം, എന്തെങ്കിലും ആകട്ടെ, നമ്മളെക്കാട്ടി മുതിർന്നവർ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കില്ല. അത് നമ്മുടെ സംസ്കാരമാണ്. നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ നമ്മൾ ചെരുപ്പ് പുറത്തൂരിയിടും. അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഈ നല്ല നല്ല ആചാരങ്ങൾ കോപ്പി ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുക? അവന്റെ മത ആചാരങ്ങളും കൂടെ കോപ്പി ചെയ്തെടുത്തു, ആരതിയെ ആരാധനയുടെ ഭാഗമാക്കി, അല്ലേ? എല്ലാ തരത്തിലും ഇങ്ങനെ നമ്മൾ ഇൻകൾച്ചറൈസേഷൻ എന്നുള്ള പേരിൽ നമ്മൾ അടിച്ചു മാറ്റി, നമ്മൾ അതിൽ അഭിമാനിക്കുന്നവരാക്കി മാറ്റി, വ്യർത്ഥ അഭിമാനികളാക്കി മാറ്റി. നമുക്കൊന്നുമില്ലേ നമ്മുടേതായിട്ടുള്ളത്? പള്ളിയിലെ കൊടിമരം നമ്മൾ അടിച്ചു മാറ്റി, അല്ല, അമ്പലത്തിലെ ധ്വജസ്തംഭം നമ്മൾ അടിച്ചു മാറ്റി പള്ളിയിൽ കൊണ്ടുവച്ചു, അവരുടെ നിലവിളക്ക് നമ്മൾ അടിച്ചു മാറ്റി പള്ളിയിൽ കൊണ്ടുവച്ചു, അവരുടെ തൂക്ക് നേർച്ച നമ്മൾ അടിച്ചു മാറ്റി തുലാഭാരമാക്കി ഇവിടെ കൊണ്ടുവച്ചു, അവരുടെ അമ്പലത്തിന് ചുറ്റുമുള്ള ശയന പ്രദക്ഷിണം നമ്മൾ അടിച്ചു മാറ്റി ഇവിടെ കൊണ്ട് പള്ളിക്ക് ചുറ്റും ഉരുളുന്ന പരിപാടിയാക്കി മാറ്റി. ഇതൊക്കെയാണോ ക്രിസ്ത്യാനിറ്റി? അല്ല. ക്രിസ്ത്യാനിറ്റിയെയും വികലമാക്കുന്നു, അവരുടെ ആചാരത്തെയും വികലമാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സംസ്കാരത്തെ, അവന്റെ ആചാരത്തെ ആദരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. ക്രിസ്തുവിൽ നിന്ന് നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം ആഘോഷങ്ങൾ നമ്മളുണ്ട്, അല്ലെ? 1 കൊറിന്തോസ് 5:8 പറയുന്നു, വിശുദ്ധമായ പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നിങ്ങളുടെ ഉത്സവം ആഘോഷിക്കട്ടെ. ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പ്രത്യേകത എന്താണെന്നും അത് എങ്ങനെയാണെന്നൊക്കെ വചനം വായിക്കുന്നവർക്ക് അറിയാം, അല്ലേ? ഇന്ന് സഭയിൽ പലപ്പോഴും അന്യ ആഘോഷങ്ങൾ ക്രിസ്തീയ പേരിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതിനെയാണ് ആത്മീയ മോഷണം അല്ലെങ്കിൽ ആത്മീയ വ്യഭിചാരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ വ്യക്തമാണ്. ജെറമ്യാ പ്രവചനം 10:2 ജനതകളുടെ വഴി പഠിക്കരുത്. നിയമാവർത്തനം 12:30 അവരുടെ ആരാധനാക്രമങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത്. ലേവ്യ പുസ്തകം 23 ദൈവം തന്നെയാണ് തന്റെ ജനത്തിന്റെ ഉത്സവങ്ങൾ നിർണയിച്ചത്. കൊറിന്തോസ് 5:8 വിശുദ്ധവും സത്യവുമുള്ള ആഘോഷം നീ ആഘോഷിക്കുക. സഭയുടെ യഥാർത്ഥ ആഘോഷം ക്രിസ്തുവിന്റെ മരണ ഉത്ഥാന, രണ്ടാം വരവ്, പരിശുദ്ധാത്മാവിനെ ആത്മീയമായി വേർതിരിച്ച് കാണുന്ന ആ ആഘോഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കുക. 2 കൊറിന്തോസ് 6:17 നിങ്ങൾ വേർതിരിഞ്ഞ ജനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, നിങ്ങൾ വിശുദ്ധ ജനമാണ്, അതുകൊണ്ടാണ് ജനതകളുടെ രീതി അനുകരിക്കരുതെന്ന് പറയുന്നത്. സഭയെ ദൈവം വിളിച്ചത് വേറിട്ട് കാണാനാണ്, കലർത്തി കാണാനല്ല. അന്യരുടെ മതാചാരങ്ങൾ അടിച്ചു മാറ്റി അതിൽ അഭിമാനിക്കാനോ അതാണ് സൗഹാർദ്ദത്തിന്റെ കാരണമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനോ അല്ല. നിങ്ങൾ അവരുമായിട്ട് സൗഹാർദ്ദം കൂടുന്നെങ്കിൽ അവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം, അല്ലാതെ മോഷ്ടിച്ചുകൊണ്ടാകരുത്. നമ്മുടെ ആഘോഷം ക്രിസ്തുവിന്റെ രക്ഷയിലാണ്. സഭയുടെ ഉത്തരവാദിത്വം വിശുദ്ധമായി, വ്യക്തമായി, ആത്മീയമായി ജീവിക്കുക എന്നുള്ളതാണ്. സഭയ്ക്ക് ക്രിസ്തുവിൽ നിന്നുള്ള ആഘോഷങ്ങൾ മാത്രമാണുള്ളത്. ഈ തിരിച്ചറിവുണ്ടാകട്ടെ. കാരണം സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. 1 കൊറിന്തോസ് 12:27 സഭ എന്ന് പറയുന്നത് വിശുദ്ധ ജനത്തിന്റെ ഒരു കൂട്ടമാണ്. 1 പത്രോസ് 2 ആ വിശുദ്ധി ക്രിസ്തുവിൽ നിന്നുള്ള വിശുദ്ധിയാകട്ടോ, തെറ്റിദ്ധരിക്കരുത്. കോപ്പി ചെയ്യുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ്. ജെറമ്യാ പ്രവചനം വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കാൻ, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. മാവേലിയെ വാമന കഥ ഹിന്ദു പുരാണത്തിന്റെ പശ്ചാത്തലമല്ലേ? അത് നമ്മൾ ക്രൈസ്തവമാക്കി മാറ്റി അവരുടെ കഥയെ വികലമാക്കല്ലേ? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. ഒരു പുരോഹിതൻ ഇത് കണ്ടപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞതാണ്, അങ്ങനെയാണെങ്കിൽ നീ ആദ്യം എടുത്തു മാറ്റേണ്ടത് ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും ഒക്കെയാണ്. കാരണം താലി എന്ന് പറയുന്നത് അത് ഹൈന്ദവ കൾച്ചറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്തതാണ്. ഞാൻ ആദ്യം ഒന്ന് ഉത്തരം പറയാനായിട്ട് പതറിയെങ്കിലും ചിന്തിച്ചപ്പോഴത്തേക്കും എനിക്ക് ഉത്തരം കിട്ടി. അതിങ്ങനെയാണ്. എൻ്റെ ഉത്തരം എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഇതാണ്. ഈ താലി ഹൈന്ദവമായിരുന്നു എന്ന് ഇവർ തന്നെ പറയുന്ന ഈ പുരോഹിതൻ തന്നെ, ക്രിസ്തീയ പുരോഹിതൻ തന്നെ പറയുന്ന ഈ താലി ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് ക്രൈസ്തവ സംസ്കാരത്തിലേക്ക് മാറിയപ്പോഴത്തേക്കും അതിനെ ആനാമ്പെള്ളം വെച്ച് വെഞ്ചരിച്ച് ക്രൈസ്തവമാക്കിയത് ഇതേ പുരോഹിത വർഗം തന്നെയല്ലേ? എന്നിട്ട് അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ട് ഈ ആചാരം ചെയ്യാനായിട്ടുള്ള പ്രേരണ തന്നത് ഈ പൗരോഹിത്യ വർഗം തന്നെയല്ലേ? അപ്പൊ ആ പുരോഹിതൻ പറയാണ്, ക്രിസ്തുമസ് എന്ന് പറയുന്ന ആഘോഷം സൂര്യഭഗവാന്റെ ജന്മദിനമാണ്, അത് പേഗൻ മതത്തിലെ ആചാരമല്ലേ, നീ അത് മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അതും ഇതുപോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെപ്പോലെ തന്നെ ആരെയോ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അന്നുള്ള പുരോഹിതർ അവന്റെ ആചാരത്തെ ക്രൈസ്തവമാക്കി മാറ്റിയതല്ലേ? അതിനാരാണ് ധൂപക്കുറ്റി വീശിയത്?
ഇതുപോലെയുള്ള ഏതോ പുരോഹിതന്മാരാണ്. എന്നിട്ട് അതേ പുരോഹിതന്റെ ഇപ്പോഴത്തെ അനുഗാമിയായിട്ടുള്ള അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, നിനക്കത് മാറ്റാൻ പറ്റുമോ? കുറേ കാര്യങ്ങൾ മോഷ്ടിച്ച് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ട് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ക്രിസ്തുവിൽ എൻ്റെ പദവി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഒന്നും മോഷ്ടിക്കരുത് പ്രിയപ്പെട്ടവരെ. മറ്റുള്ളവരുടെ ആചാരങ്ങളെ നമ്മൾ വികലമാക്കിയല്ല അവരെ സ്നേഹിക്കുന്നത്. അവരെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ ആചാരങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. നമ്മളെ ലോഹയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി അവരോടൊപ്പം തുള്ളിയിട്ട് അൾത്താരയിൽ എന്ന് പറയുകയാണ്, നിങ്ങൾ ലോകത്തിനെ അനുകരിക്കരുത്. റോമാലേഖനം 12-ാം അധ്യായം ഉദ്ധരിച്ചിട്ട് നമ്മുടെ പുരോഹിതർ തന്നെ പറയും, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, ആത്മാവിൻ്റെ പുതുക്കം വഴി നവീകരിക്കപ്പെടണമെന്ന്. ലോകത്തിന് അനുരൂപരായതല്ലേ നേരത്തെ കണ്ടത്? ലോകത്തിന്റെ അനുരൂപമാക്കി ക്രൈസ്തവ ദേവാലയത്തിന്റെ ഉള്ളിൽ വരെ സദ്യ വിളമ്പി. കർത്താവിന്റെ അൾത്താരയിൽ ബലിമേശ, ബലിപീഠം കിടക്കുന്ന ഇടത്ത് അത്ര വരെ നമ്മൾ അധപ്പതിച്ചില്ലേ? അന്യന്റെ മോഷണം നടത്തിയെന്ന് മാത്രമല്ല, അതിനെ കർത്താവിന്റെ ആലയം വിശുദ്ധമായിട്ട് കോൺസിക്രേറ്റ് ചെയ്തിരിക്കുന്ന, ഇവിടെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് സഭ പഠിപ്പിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചില്ലേ? എന്നിട്ടും നമ്മൾ വീമ്പിളക്കുക, നമ്മൾ സഹോദരനെ സ്നേഹിക്കുകയാണെന്ന്. നോ, അവരെ നമ്മൾ കളിയാക്കുക ചെയ്യുന്നത്. നമുക്കതിൽ നിന്ന് മാറാം. ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്നുള്ള ബോധ്യത്തോടെ. ഇത്രയും പറഞ്ഞത് ക്രിസ്ത്യാനിറ്റിയെ അതിൻ്റെ സീരിയസ്നെസ്സിൽ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സന്ദേശമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദിസ് ഈസ് ദ വേ ടു എറ്റേണിറ്റി. ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളതൊക്കെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നൊരു സ്വരം ഇങ്ങനെ കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.